അപ്പോഴും മുസ്ലിം സമുദായത്തിലുള്ളവർ ആ 12:30-ക്ക് പ്യൂണായാലും ജില്ലാ കളക്ടറായാലും അവർ നിസ്കരിച്ചിരിക്കും. ഞായറാഴ്ച കുടുംബസഹിതം പള്ളിയിൽ ക്രൈസ്തവർ പോയിരിക്കും. ഇത് ഒരു ജോലിയുമില്ലെങ്കിലും ചില നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ പേരിൽ ഹിന്ദുക്കളായി മറ്റുള്ള മതങ്ങളെയും കൂടി നമ്മൾ സ്നേഹിച്ചുകൊണ്ടും സൗഹാർദ്ദത്തോടും പോകുന്ന ഒരു രാജ്യത്തും അമ്പലത്തിൽ വരാതിരിക്കുന്നവർക്കുള്ള ഒരു പ്രേരക ശക്തി കൂടിയായിട്ടാണ് സത്യത്തിൽ മാഡം ഇത് വെച്ചിട്ടുള്ളത്. വൃശ്ചിക മാസത്തിലെ പൗർണമിയാണ് ഇന്ന്. ഞങ്ങൾ പൗർണമിക്കാവിലാണ്. പൗർണമിക്കാവിൽ അമ്മയുടെ എല്ലാ വിശേഷങ്ങളും കർമാന്യൂസ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ആചാര്യൻ പള്ളിക്കൽ സുനിലുണ്ട്. അദ്ദേഹത്തെ കുറേ നാൾ കൂടിയാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ അമ്പലനടയിൽ വെച്ച് കിട്ടുന്നത്. അപ്പോൾ ഇന്നിവിടെ ലക്ഷദീപം നടക്കുകയാണ്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം. ഇന്ന് വൃശ്ചികത്തിലെ പൗർണമിയാണ്. വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഈ വൃശ്ചിക മാസം എന്ന് പറയുമ്പോൾ മണ്ഡലമാസക്കാലമാണ്. കാർത്തിക കഴിഞ്ഞിട്ടുള്ള പൗർണമിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശേഷമുള്ള ഒരു ദിവസത്തിൽ ഇന്ന് ലക്ഷദീപം തെളിയിക്കാൻ ഇവിടെ ആ ലക്ഷദീപത്തെക്കുറിച്ച് അതിൻ്റെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? നമസ്കാരം. കർമ്മ ന്യൂസിന് ഞങ്ങളുടെ നമസ്കാരം അർപ്പിക്കുകയാണ്. പൗർണമികാവിനെ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് തുടക്കം മുതൽ കർമ്മ ന്യൂസ് വഹിച്ചിട്ടുണ്ട് എന്ന് നന്ദിപൂർവ്വം ഓർക്കുന്നു. കവിതാ മാഡം നമ്മുടെ പൗർണമികാവ് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ എപ്പോഴും ഞങ്ങളെ കാണാറുമുണ്ട്. ഇന്ന് മാഡം പറഞ്ഞതുപോലെ ലക്ഷദീപമാണ്. വൃശ്ചിക മാസം ഇന്ന് പൂർത്തീകരിക്കുകയാണ്. നാളെ മുതൽ ധനു 1. ഇപ്പോൾ വൃശ്ചിക മാസത്തിലെ കാർത്തികയായിരുന്നു വലിയൊരു പ്രാധാന്യമായിട്ട് ജനങ്ങൾ കണ്ടുവരുന്ന ഒരാഘോഷം. രാമായണ മാസം കർക്കിടക മാസത്തിൽ തുടങ്ങി ചിങ്ങമാസത്തിൽ ഓണവും ജന്മാഷ്ടമിയും അത്തമ്പത്തോണവും വിനായക ചതുർത്ഥിയും ഒക്കെ ആഘോഷിച്ച്, കന്യമാസത്തിൽ നവരാത്രി ആഘോഷിച്ച്, തുലാമാസത്തിൽ ദീപാവലി ആഘോഷിച്ച്, വൃശ്ചിക മാസത്തിലെത്തുമ്പോൾ വൃശ്ചിക മാസത്തിലെ കാർത്തിക അത് ഇന്നലെ വളരെ മംഗളകരമായി നമ്മളെല്ലാം കൊണ്ടാടി. ഇന്നലെ ഒരു പ്രത്യേകതയുണ്ടായത് ഭരണിയും കാർത്തികയും കൂടിയായിരുന്നു. പൗർണമിക്ക് ലക്ഷദീപം എന്ന് സങ്കല്പിച്ചതിൻ്റെ പിന്നിലെ ഒരു വലിയ തത്വം, നിലത്തിരുന്ന് വിളക്കുന്നതാണ് നിലവിളക്ക്, നിലത്തിരുന്ന് പ്രകാശിപ്പിക്കുന്നതാണ് നിലവിളക്ക്. നിലത്തിരുന്ന് പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് നിലവിളക്ക് എന്ന് പേര് വന്നു എന്നാണ്. അത് ക്രൈസ്തവർ മെഴുകുതിരി തെളിച്ചാലും മുസ്ലിങ്ങൾ ദീപം തെളിച്ചാലും നമ്മൾ അമ്പലത്തിൽ ദീപം തെളിച്ചാലും വെളിച്ചത്തിന് ഭേദമില്ല. ആ വെളിച്ചത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് ചിന്തിക്കുന്നതിലാണ് പ്രാധാന്യം. ഇപ്പം പകൽ ദേവാലയത്തിൽ ഒരു ദീപം തെളിക്കുന്നത് എന്തായാലും വെട്ടം കാണാനല്ല, പകൽ സൂര്യൻ്റെ വെളിച്ചമുണ്ട്. ഈ ദേവിയുടെ മുന്നിൽ ഒരു ദീപം തെളിച്ച് വയ്ക്കുമ്പോൾ ഈ ദീപം ചൈതന്യമായി ഞങ്ങളുടെ കർമ്മത്തിൽ, വാക്കിൽ, ചിന്തയിൽ ഒക്കെ ഉണ്ടാകണേ എന്ന ഒരു പ്രാർത്ഥന. 3 സന്ധ്യകൾ ഒരു ദിവസമുണ്ട്. അതിൽ രാവിലത്തെ സന്ധ്യ പ്രാതകാല സന്ധ്യ, ഉച്ചകലത്തെ സന്ധ്യ മധ്യാഹ്നകാല സന്ധ്യ, വൈകിട്ടത്തെ സന്ധ്യ സായംകാല സന്ധ്യ. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരും എന്ന വരികൾ നമുക്കെല്ലാം ഓർമ്മയാണ്. ശ്രീരാമചന്ദ്രനെ ഗുരുനാഥനായ വസിഷ്ഠൻ, വിശ്വാമിത്ര മുനി ഒക്കെ വിളിച്ചുണർത്തുന്ന മന്ത്രമായിട്ടാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്. കൗസല്യയുടെ സുപ്രജയായ പൊന്നുമോനെ രാമ പൂർവസന്ധ്യ പ്രവർത്തതേ, രാവിലത്തെ സന്ധ്യ ഇതാ സമാരംഭിക്കുന്നു, നീ എണീക്കണം. ഉച്ചക്കലത്തെ സന്ധ്യയ്ക്കാണ് ശക്തി കൂടുതൽ, ഉച്ചയ്ക്ക് 12:30. വൈകിട്ടത്തെ സന്ധ്യയ്ക്ക് ശക്തി കുറവാണ്. രാവിലത്തെ സന്ധ്യ, ഉച്ചക്കലത്തെ സന്ധ്യ, വൈകിട്ടത്തെ സന്ധ്യ. വൈകിട്ടത്തെ സന്ധ്യയ്ക്ക് 3ാമത്തെ സന്ധ്യ എന്നുള്ളത് കൊണ്ടാണ് ത്രിസന്ധ്യ എന്ന് പറയുന്നത്. സന്ധ്യ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം സന്ധിക്കുന്നത്. ആരൊക്കെ തമ്മിൽ എന്ന് ചോദിച്ചാൽ ഇരുട്ടും വെളിച്ചവും തമ്മിൽ. രാവിലെ ഇരുട്ട് പോയി വെളിച്ചം വരുന്നുവെങ്കിൽ ഇപ്പോൾ അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ 12 മണിക്കൂർ നീണ്ടു നിന്ന വെളിച്ചം പോയി ഇരുട്ട് വരാൻ പോവുകയാണ്. ആ സമയത്ത് സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല എന്ന് ദേവി ഭാഗവതം. കാണുന്നു കാണാതാവുന്നു എന്നേ ഉള്ളൂ. അന്യരാജ്യത്തേക്ക് സൂര്യഭഗവാൻ പോകുമ്പോൾ നമുക്ക് വെളുത്ത പക്ഷത്തിൽ ചന്ദ്രനെ തന്നിട്ടാണ് പോകുന്നത്. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി. ഇന്നലെ കഴിഞ്ഞു 14 ദിവസം. ചതുർദശി കഴിഞ്ഞ് ഇന്ന് പൗർണമി. ആ പൗർണമി ദിവസം ഇന്ന് രാവിലെ 10 മണിക്ക് സൂര്യനെ കണ്ട സ്ഥാനത്ത് ഇന്ന് രാത്രി 10 മണിക്ക് ചന്ദ്രനെ സൂര്യനെ പോലെ കാണുകയാണ്. വലിയൊരു അതിശയകരമായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്. വെളുത്ത പക്ഷത്തിൽ പടിഞ്ഞാറേ ചക്രവാളത്തിൽ ഒരു നൂല് പോലെ വരുന്ന ചന്ദ്രൻ പ്രഥമം മുതൽ 14 ദിവസം കൊണ്ട് വളർന്ന് ഇന്ന് കിഴക്കേ ചക്രവാളത്തിൽ രാത്രി 10 മണിക്ക് എത്തുന്നത്
രാവിലെ 10 മണിക്ക് സൂര്യനെ കണ്ട സ്ഥാനത്താണ്. അപ്പോൾ സൂര്യചന്ദ്രന്മാർ ദേവിയുടെ 2 കണ്ണുകൾ, തെളിക്കുന്ന ദീപം 3ാമത്തെ ദീപം. മാർക്കണ്ഡേയ പുരാണത്തിലെ ദേവീ മാഹാത്മ്യത്തിലെ 10ാം അധ്യായത്തിലെ നമ്മൾ ചൊല്ലുന്ന സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ, അമ്പകം കണ്ണാണ് മാഡം, അമ്പകം കണ്ണാണ്. ചില ത്രൈ അംബിക എന്നൊക്കെ പറയുന്നുണ്ട്, തെറ്റൊന്നുമില്ല. എങ്കിൽ പോലും ത്രംബകേ, 3 കണ്ണുകൾ ഉള്ളവളെ. ഒരു കണ്ണ് സൂര്യൻ, ഒരു കണ്ണ് ചന്ദ്രൻ, ഒരു കണ്ണ് ദീപം. അപ്പോൾ ഇത് പലർക്കും അറിയില്ല. ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. അപ്പോൾ ഈ നാമം ചൊല്ലിക്കൊണ്ട് നമ്മൾ ആ ദീപം തെളിക്കുമ്പോൾ ഒരു കാലത്തും തെളിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ മാത്രമല്ല, അത് കാണുന്ന, അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ചിന്തയിൽ, കർമ്മത്തിലൊക്കെയുള്ള അന്ധകാരത്തെ അകറ്റി വിജ്ഞാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഒരു ചൈതന്യം പകർത്തി തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന. അത് പൗർണമിക്കാവുമ്പോൾ സൂര്യന് അന്യരാജ്യത്ത് നിൽക്കുന്ന സമയത്ത് ചന്ദ്രനെ നമുക്കൊരു കണ്ണായി നൽകുകയും, ഇന്നത്തെ പകൽ മുഴുവൻ സൂര്യനെ കണ്ട് തൊഴുതിട്ട് ചന്ദ്രനെ നമ്മൾ കാത്തു നിൽക്കുകയാണ് പൗർണമിക്ക് സന്ധ്യ മുതൽ. അപ്പോൾ ഒരു അതിഥി വരുന്നത് പോലെ കിഴക്കേ ചക്രവാളത്തിൽ വരും. വന്നിട്ട് ഞാനിതാ വന്നു എന്ന് പറയുമ്പോൾ ഈ ദീപങ്ങളെല്ലാം തെളിച്ച് കഴിഞ്ഞ് ഐശ്വര്യപൂർണമായി ഞങ്ങളുടെ ചൈതന്യവും ഞങ്ങളുടെ കർമ്മവും ഞങ്ങളുടെ പദ്ധതികളും മംഗളമാക്കണേ എന്നുള്ള ഒരു വലിയ ആധ്യാത്മിക ചൈതന്യത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്ന ഒരു കർമ്മമായിട്ടാണ് ഇന്ന് ലക്ഷദീപം സംഘടിപ്പിച്ചത്. ലക്ഷദീപം തെളിക്കുന്ന ഈ ഒരു മഹോന്നതമായ സംസ്കാരം എല്ലാ വീടുകളിലും ആവർത്തിക്കണം. പണ്ടൊക്കെ ദീപം തെളിച്ച് സന്ധ്യയ്ക്കും രാവിലെയും ദീപം 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 എന്ന് പറയും, 3 പ്രാവശ്യം പറയും. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ആളുകൾ ഓടി വിളക്ക് തെളിക്കാൻ സമയമായി, ഞങ്ങൾ വീട്ടിൽ പോകട്ടെ. ആ സന്ധ്യാസമയത്ത് എല്ലാവരും കൂടി നാമം ജപിക്കുന്നു. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഒരു സഹസ്രനാമവുമില്ല, എല്ലാവർക്കും ഇത് ജപിക്കാം. അപ്പം പാഹിമാം എന്ന വാക്കിൻ്റെ അർത്ഥം മാം, എന്നെ, പാഹി രക്ഷിക്കുക. അപ്പോൾ സഹസ്രനാമം ജപിച്ച് കഴിയുമ്പോഴും വിഷ്ണു സഹസ്രനാമത്തിൽ മഹാഭാരതത്തിൽ പറയുകയാണ് ശ്രീപരമേശ്വരൻ പാർവതീദേവിയോട്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. അപ്പോൾ സഹസ്രനാമം ഒന്നും ജപിച്ചില്ലെങ്കിലും രാമെന്നെങ്കിലും മിനിമം 1 പറഞ്ഞാൽ 1000 നാമം ജപിക്കുന്നതിന് തുല്യമാണെങ്കിൽ ഈ രാമരാമ പാഹിമാം എന്നുള്ളതിൽ 8 രാമയുണ്ട്. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. 8000 സഹസ്രനാമം 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ ജപിക്കുകയാണ്. അത് നമ്മുടെ പൂർവികന്മാരൊക്കെ ജപിച്ച ഒരു നാമജപത്തിൻ്റെ ഡെപ്പോസിറ്റിലാണ് ഞാനും മാടവും നമ്മുടെ പ്രേക്ഷകരുമൊക്കെ ജീവിക്കുന്നത്. നാമം ജപിക്കാത്ത വീട്ടിലായാൽ പോലും അവർ ആ ഇട്ട ഡെപ്പോസിറ്റ് കിടപ്പുണ്ട്. ഇനി അടുത്ത തലമുറ നാമം ജപിച്ചില്ലെങ്കിൽ ഈ ഡെപ്പോസിറ്റ് തീരുമ്പം, നമ്മുടെ കാലം കഴിയുമ്പം നമ്മൾ സാധാരണ ബാങ്കിൽ ചെല്ലുന്നത് പോലെ ഒരു ചെക്ക് കൊടുത്താൽ ഇൻസഫിഷ്യൻ്റ് ഓഫ് ഫണ്ടെന്ന് പറഞ്ഞ് മടങ്ങി ശിക്ഷിക്കപ്പെടാൻ ഇടയാവും. അപ്പോൾ അങ്ങനെ ആവരുത്. നിങ്ങൾ ഒരുപാട് നാമമൊന്നും ജപിച്ചില്ലെങ്കിലും കലിയുഗത്തിൽ ഏതെങ്കിലും ഒരു നാമം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാമം, നമഃശിവായയോ രാമയോ നാരായണയോ അമ്മേ നാരായണയോ ജപിച്ച് ഒരു ദീപം സന്ധ്യയ്ക്ക് നിർബന്ധമായും തെളിക്കണമെന്ന ഒരു സന്ദേശം. രാവിലെ തെളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സൂര്യനുണ്ട്. ഉച്ചയ്ക്ക് മധ്യാഹ്ന സൂര്യൻ കൃത്യമായി നിൽക്കുന്നത് കൊണ്ടാണ് 12:30 മണിക്ക് ഉച്ചപൂജ നമ്മുടെ അമ്പലത്തിൽ വെക്കുന്നത്. ഉച്ചപൂജ തൊഴാൻ ആളില്ലാത്തത് കൊണ്ട് ഉഷപൂജ കഴിഞ്ഞ് 10 മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചു പോകുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോഴും മുസ്ലിം സമുദായത്തിലുള്ളവർ ആ 12:30-ക്ക് പ്യൂണായാലും ജില്ലാ കളക്ടറായാലും അവർ നിസ്കരിച്ചിരിക്കും. ഞായറാഴ്ച കുടുംബസഹിതം പള്ളിയിൽ ക്രൈസ്തവർ പോയിരിക്കും. ഇത് ഒരു ജോലിയുമില്ലെങ്കിലും ചില നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ പേരിൽ ഹിന്ദുക്കളായി മറ്റുള്ള മതങ്ങളെയും കൂടി നമ്മൾ സ്നേഹിച്ചുകൊണ്ടും സൗഹാർദ്ദത്തോടും പോകുന്ന ഒരു രാജ്യത്തും അമ്പലത്തിൽ വരാതിരിക്കുന്നവർക്കുള്ള ഒരു പ്രേരക ശക്തി കൂടിയായിട്ടാണ് സത്യത്തിൽ മാഡം ഇത് വെച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോളൂ, ഏത് ജാതി ആയിക്കോളൂ, അതൊക്കെ ഭക്ഷണം കഴിക്കുന്ന പോലെയും വേഷം ധരിക്കുന്ന പോലെയുള്ളൂ. ഒരു ദീപം തെളിക്കുന്നതിന് ഒരു കുറവും നമ്മൾ വരുത്തണ്ട. ഒരു പ്രാർത്ഥന, ഈ ചൈതന്യം ഇവിടെ ഉണ്ടാവണേ. അസതോമ സത്യമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. അത് ലക്ഷം ദീപമാകുമ്പോൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ അവിടെ അണുക്കളൊന്നും ഉണ്ടാവില്ല. നിലവിളക്കിൽ നല്ല എണ്ണയൊഴിച്ച് തിരി തെളിക്കുമ്പം ഈ സൂര്യൻ പോയ സമയത്ത്, സന്ധ്യാസമയത്ത് പ്രകൃതിയിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന അണുക്കളുണ്ട്. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് നാമജപമല്ലാതെ വേറൊന്നും പാടില്ല എന്ന് പറയുന്നത്. സന്ധ്യാസമയത്ത് ജനിച്ചതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും എന്ന് ഭാഗവതത്തിലുണ്ട്. അതിൻ്റെ ദോഷമാണ് സംഭവിച്ചത്. അപ്പോൾ ഈ 6:30 മുതൽ 7:30 വരെയുള്ള സമയം എല്ലാം മാറ്റിവെച്ച്
ആധ്യാത്മികമായി അവർ വിശ്വസിക്കുന്ന ഒരു ദേവനെ ദേവിയെ ഇലക്ഷൻ വരുമ്പോൾ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി വോട്ട് ചെയ്തോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ. നിങ്ങളുടെ കുടുംബത്തിലൊരു ചൈതന്യം വേണമെങ്കിൽ ഈ ദീപം വേണം. വെളിച്ചം എല്ലാവർക്കും ആവശ്യമാണ്. ആ വെളിച്ചത്തിന് ജാതിയില്ല, മതമില്ല. നിങ്ങളുടെ വീട്ടിലൊരു ദീപം തെളിച്ച്, ഈ ലക്ഷം ദീപം തെളിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. ഒപ്പം നാളെ ധനുമാസം 1-ാം തീയതിയും ചന്ദ്രൻ്റെ ദിവസവുമാണ്. മൂൺ ഡേ ആണ്, മൺഡേ ആയി സോമവാരം. ആ ദിവസം മുതൽ നിങ്ങൾ ഈ ഒരു പ്രായോഗികമായ കർമ്മം വീട്ടിൽ നടത്തി ഐശ്വര്യമായി ജീവിക്കണമെന്നുള്ളൊരു സന്ദേശമാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ അർത്ഥവത്തായ വാക്കുകൾ, പ്രകാശം ചൊരിയുന്ന വാക്കുകൾ. ശ്രീ പള്ളിക്കൽ സുനിലിന് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു.